ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മുടെ എൻ്റെ വീഡിയോയ്ക്ക് തൊട്ട് മുന്നേയുള്ള വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. ഒരു സന്തോഷ വാർത്തയുണ്ട്. നമ്മുടെ വീഡിയോ കൊണ്ട് ഒരു ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. പറഞ്ഞ കാര്യങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആണെന്ന് പറഞ്ഞ ഒരാൾ വിളിച്ചപ്പം പേഴ്സണലി ഞാൻ ചെയ്തതിന് എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് തോന്നിയത് അപ്പോഴാണ് കേട്ടോ. അപ്പം ഗൈസ്, നമ്മുടെ ഇന്ന് സംസാരിക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ VFSന് പോകുന്നതിന് ഒരു 15 ദിവസം മുന്നേ നമുക്ക് ഏറ്റവും വലിയൊരു സംഭവമാണ് ബാലൻസ് കൺഫർമേഷൻ ലെറ്റർ എന്നുള്ളൊരു സാധനം. നമ്മുടെ ഏത് ബാങ്കാണോ നമ്മുടെ ഗാർഡിയൻ്റെ അക്കൗണ്ടിൽ പൈസ ഇട്ടിട്ട് ഏകദേശം ഒരു എത്ര രൂപ ഇടാൻ പറ്റുന്നോ അത്ര, മിനിമം ഒരു 7 ലക്ഷം രൂപ ഇട്ടിട്ട് ഒരു 3 ലക്ഷം രൂപ, ഗാർഡിയൻ്റെ അക്കൗണ്ടിൽ 7 ലക്ഷം രൂപ ഇട്ടിട്ട് ഒരു 3 ലക്ഷം രൂപ നമ്മുടെ അക്കൗണ്ടിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഈ പൈസ 2 ദിവസം തന്നെ ഒരു 12 മണിക്കൂറിന് മണ്ടയ്ക്ക് അവിടെ കിടക്കണം. എന്നിട്ട് ബാങ്കിൽ ചെന്നിട്ട് പറയണം, ചേട്ടാ എനിക്കൊരു 6 മാസം സ്റ്റേറ്റ്മെൻറ്റ്, സാറേ എനിക്കൊരു 6 മാസം സ്റ്റേറ്റ്മെൻറ്റ് വേണം, അതിൻ്റെ കൂടെ ബാലൻസ് കൺഫർമേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബാലൻസ് കൺഫർമേഷൻ ലെറ്റർ വേണമെന്ന് പറയണം. എനിക്ക് പേഴ്സണലുണ്ടായ അനുഭവം ഭയങ്കര ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടാത്തൊരു നാറിയ അനുഭവമായിരുന്നു. എൻ്റേത് പേഴ്സണലി ഫെഡറൽ ബാങ്കാണ്. ഫെഡറൽ ബാങ്കിൽ ഞാൻ ചെന്നു, ബാലൻസ് കൺഫർമേഷൻ ലെറ്റർ തരാൻ പറഞ്ഞു. അവർ തരാമെന്ന് പറഞ്ഞ് ഡോക്യുമെൻറ്റ്സ് അല്ലെന്നുണ്ടെങ്കിൽ തരാമെന്ന് പറഞ്ഞിട്ട് അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ മേടിച്ച് വെച്ചു. എൻഡ് ഓഫ് ദി ഡേ ഞാൻ 3:15 ആയപ്പോഴാണ് ചെല്ലുന്നത്. 4:15 ആയപ്പോൾ എന്നെ വിളിച്ചു പറയുന്നു, ആഷിഖിൻ്റെ ബാലൻസ് കൺഫർമേഷൻ ലെറ്റർ തരാൻ പറ്റത്തില്ല, ആഷിഖിൻ്റെ ബ്രാഞ്ച് ആലപ്പുഴയാണ്, അവിടെ പോയെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ എന്ന് ഫെഡറൽ ബാങ്കിലെ സ്റ്റാഫ് പറഞ്ഞു. ആ പർട്ടിക്കുലർ ചേച്ചി പറഞ്ഞു. ഞാൻ പിന്നാണ് അറിയുന്നത് ഇത് ഏത് ബാങ്കിൽ നിന്നും അല്ലെങ്കിൽ ഏത് ബ്രാഞ്ചിൽ നിന്നും ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. പിന്നെ ചില ആൾക്കാർ ഇത് ദുർവിനിയോഗം ചെയ്തുകൊണ്ടായിരിക്കാം മേ ബി അങ്ങനെ തരാത്തത്. എൻ്റെ ബ്രാഞ്ച് ഞാൻ ഫെഡ്ബുക്ക് സെൽഫിക്കകത്തോടായിരുന്നു ഞാൻ അക്കൗണ്ട് എടുത്തത്. അത് രജിസ്റ്റർ ചെയ്തിരുന്നത് ചേപ്പാട് ബ്രാഞ്ച് എന്നുള്ള രീതിക്ക് പകരം ആലപ്പുഴയെന്നായിരുന്നു. പക്ഷേ വെരിഫിക്കേഷന് പോയ ചേപ്പാട് ബ്രാഞ്ചാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് അവിടുത്തെ മാനേജർ പറഞ്ഞ്, മോനെ ഒരു കുഴപ്പമില്ല, നീ എന്തിനുകൊണ്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്നാണ്. എനിക്ക് കിട്ടിയ മണി അതിൻ്റെ തൊട്ടപ്പുറത്തെ ദിവസം വെള്ളിയാഴ്ചയാണ് ഞാൻ കൊണ്ട് കൊടുത്തത്. ശനിയാഴ്ച 4ാം ശനിയായിരുന്നു, ബാങ്ക് അവധി. അത് മാത്രമല്ല, അന്ന് വൈകുന്നേരം, അതായത് വെള്ളിയാഴ്ച വൈകുന്നേരം എനിക്ക് പോകേണ്ടതായിരുന്നു. ഏകദേശം തിങ്കളാഴ്ച ഞാൻ ആലപ്പുഴ ബ്രാഞ്ചുമായിട്ട് മെയിൽ വഴി കോൺടാക്ട് നമ്പർ വെച്ച് കോൺടാക്ട് ചെയ്യുന്നു. അവർ പറഞ്ഞു ഒഫീഷ്യലായിട്ടൊരു മെയിൽ അയക്കി, ഇന്ന പോലെ ബാലൻസ് കൺഫർമേഷൻ ലെറ്റർ വേണം, ഇന്ന ഡേറ്റിൽ ഇന്ന അക്കൗണ്ട് നമ്പറിലെ എന്ന് പറഞ്ഞ് മെയിൽ അയക്കാൻ പറഞ്ഞു. അയച്ചു. അത് സ്റ്റാമ്പ് ചെയ്ത് സീൽ ചെയ്ത് സിഗ്നേച്ചർ ഇട്ട് നമുക്ക് അയച്ചു തരും. അവരയച്ച ഡോക്യുമെൻ്റായിട്ട് തന്നെ അയച്ചു തന്നു. ആലപ്പുഴയിലെ ബാങ്കിനോട് എനിക്കിപ്പോഴും നന്ദി പറയാൻ തീരത്തിലാണ്. എൻ്റെ ലാസ്റ്റ് നിമിഷമാണ്, കിട്ടത്തില്ലെന്ന് അറിയത്തില്ല. എനിക്ക് ചൊവ്വാഴ്ചയാണ് അപ്പോയിൻമെൻറ്റ്. പക്ഷേ എങ്കിലും തിങ്കളാഴ്ച മാക്സിമം ട്രൈ ചെയ്ത് തിങ്കളാഴ്ച എനിക്ക് കിട്ടി. അന്ന് വൈകുന്നേരം തന്നെ പ്രിൻ്റ് ഔട്ട് എടുത്ത് പോയി. സ്റ്റേറ്റ്മെൻറ്റും കൊണ്ടുപോകണം. സ്റ്റേറ്റ്മെൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംഭവമാണ്. ആരും ചെറിയ കാര്യമായിട്ട് ഇതിനെ കാണരുത്. ഇത് വലിയ കാര്യം തന്നെയാണ്. ബാങ്കുകാരെന്താണ് ഇങ്ങനെ കാണിക്കാൻ എനിക്കറിയത്തില്ല. യൂണിയൻ ബാങ്കിലൊക്കെ, ഞങ്ങൾ അമ്മയുടെ പേഴ്സണൽ യൂണിയൻ ബാങ്കായിരുന്നു. അവിടെ ചെന്നപ്പോൾ തന്നെ ആ മാഡം എല്ലാം സെറ്റ് ചെയ്ത് തന്നു. ഫെഡറൽ ബാങ്കിൽ എന്താണ് ചേപ്പാട് ബ്രാഞ്ചിൽ അവരിങ്ങനെ കാണിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും ഒരു ഐഡിയ കിട്ടുന്നില്ല. എന്തായാലും ദൈവം സഹായിച്ച് പോയ കാര്യങ്ങളെല്ലാം സംഭവം നടന്നു. നിങ്ങൾ ഉറപ്പായിട്ടും ബാലൻസ് കൺഫർമേഷൻ ലെറ്ററിൻ്റെ കാര്യത്തിന് നിങ്ങൾ എടുക്കേണ്ട മുൻകരുതലുകൾ ഇതൊക്കെയാണ്. ഇതൊക്കെ എടുത്തില്ലെന്നുണ്ടെങ്കിൽ വള്ളിയാണ്. അവർ ചെല്ലുമ്പോൾ ചോദിക്കുന്ന സംഭവങ്ങൾ, VFSന് നമ്മൾ ചെല്ലുമ്പോൾ ചോദിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സിനകത്തൊരു ഡോക്യുമെൻ്റാണ് ഈ ബാലൻസ് കൺഫർമേഷൻ ലെറ്റർ എന്ന് പറയുന്ന സാധനം. പിന്നെ ഞാൻ അപ്പോഴത്തേക്ക് ബാലൻസ് കൺഫർമേഷൻ ലെറ്റർ പറഞ്ഞ് നമുക്ക് ഇവിടെ നിർത്താം. മറ്റൊന്നുമല്ല. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കൊണ്ട് ഇൻഫർമേറ്റീവ് ആയിട്ട് ഒരു ചേട്ടൻ വിളിച്ചായിരുന്നു. വളരെയധികം സന്തോഷം. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ എന്നെക്കൊണ്ട് പറ്റി, എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ ഒരു ശതമാനമെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന നല്ല കാര്യമായിട്ടൊക്കെ ചെയ്യാൻ പറ്റി എന്നുള്ള ആ ഒരു സന്തോഷം എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഇപ്പോഴും നിങ്ങളൊക്കെ പറയാനുള്ളത്, അനാവശ്യമായിട്ട് ആർക്കും പൈസ കൊണ്ട് കൊടുക്കരുത്. പൈസ ബാങ്ക് ട്രാൻസ്ഫർ മാത്രമേ ചെയ്യാവുള്ളൂ. ഗൂഗിൾ പേയും ഫോൺ പേയും ഒന്നും ചെയ്യരുത്. ബാങ്ക് ട്രാൻസ്ഫർ തന്നെ ചെയ്യണം. കൊടുക്കുന്ന ആളെ പറ്റി നല്ല രീതി ഒന്ന് റിസർച്ച് ചെയ്തിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഇന്നത്തെ കാലത്ത് 80% ഏജൻസികളും തട്ടീരാണ്, വെട്ടീരാണെന്ന് തന്നെയാണ് എനിക്ക് വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയ കാര്യം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. എല്ലാവരുടെയും പൈസ സേഫായിട്ട് വെക്കുക. ചതിക്കാനും പറ്റിക്കാനും വഞ്ചിക്കാനും ഒരുപാട് ആൾക്കാരുണ്ട്. അത് മനസ്സിലാക്കി ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പൈസ പോകുമായിരിക്കും. ആരായാലും കഷ്ടപ്പെടാതെ പൈസ കിട്ടത്തില്ല. വെറുതെ കഷ്ടപ്പെട്ട് കിട്ടുന്ന പൈസ കണ്ടവന്മാർക്ക് കൊണ്ട് കൊടുക്കാതിരിക്കുക. എനിക്ക് അത്രയേ ഉള്ളൂ നിങ്ങളൊക്കെ പറയാം.